അത് അത് തെന്നിപ്പോകല്ലേ. എനിക്ക് ഒരു കുറച്ചുകൂടെ ഇവിടെ തണൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഒക്കെ ഉണ്ടോ? നമ്മൾ പിന്നെ ആളെയൊക്കെ കിടത്താനും എടുക്കാനൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ എത്തിയില്ലെങ്കിൽ മയത്തൊക്കെ കുളിപ്പിച്ചിട്ട് മയത്ത് കിടക്കാൻ നേരത്ത് ഇടാൻ നേരത്ത് ആദ്യത്തെ തുണി അപ്പുറം ഇപ്പുറം എത്തിയില്ലെങ്കിലൊക്കെ ഉള്ള പ്രശ്നമില്ലേ, അതൊക്കെ ഇവിടെ എത്തിയില്ലെങ്കിലുള്ള പ്രശ്നം. മതി. അതിന് ഉപയോഗിക്കാൻ വേണ്ടി ഇനി ഞാൻ പറഞ്ഞുതരാം, ഒരു ഐഡിയ പറഞ്ഞുതരാം. ഒന്നെടുത്തേ താഴത്തോടെ എടുത്തേ. എന്നിട്ട് ആ കയറി പിടിച്ച് വലിക്കുമ്പോൾ ഈ കയറിങ്ങനെ അനക്കി കൊടുത്തേ. ഇതിങ്ങനെ അനക്കി കൊടുക്കുമ്പോൾ മുറുക്കും. അല്ല ശരിക്കും അത് വലിച്ചാൽ മതി, വേറെ ഞാൻ അനക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ പൊളച്ചിലൊക്കെ നിന്നു. ഇനി ഇതിൻ്റെ അകത്തോട്ടിട്ടോ. അതിൻ്റെ അകത്തോട്ടിട്ടോ. ഇതിൻ്റെ അകത്തോട്ടിട്ടോ. ഈ അപ്പുറത്തോട്ടിട്ടോ. ഒരു 3 ഇട്ടാൽ അപ്പം നിറഞ്ഞോളൂ. അതും അകത്തോട്ടിടണം. ഇനി അകത്തോട്ടിടണം. അതും അകത്തോട്ടിടണം. പുറത്തായി പോയി. ഇനി ഇതങ്ങോട്ട് ശരിക്ക് പറക്കും. അപ്പോൾ എല്ലാ കയറും കറക്റ്റാകും. വലിച്ചങ്ങോട്ട് ഒന്നുകൂടെ വലിച്ച് ഒന്നുകൂടെ ചുറ്റിയെടുത്ത്. അങ്ങനെ തന്നെ വലിച്ച് ചുറ്റിയെടുത്ത്. ഇങ്ങനെ അനി മറ്റേ ചുറ്റില്ല. ഇങ്ങനെ തന്നെ അതുപോലെ തന്നെ അത് 3 കെട്ടണം. വേണ്ട രണ്ടെണ്ണം. ഇനി ഇത് നിർത്താനൊരു പണിയുണ്ട്. ഈ തുമ്പിങ്ങനെ ഒത്തിരി നിർത്തത്തില്ല. അപ്പോൾ നമ്മൾ ഈ വട്ടം വെച്ച് കെട്ടണേ നമ്മൾ കയറി നിൽക്കണമെങ്കിൽ അതിൽ കെട്ടരുത്, ഇതിൽ കെട്ടുക. നമ്മളിപ്പോൾ ഇതിനകത്ത് കയറി നിൽക്കണമെന്ന് വെച്ചോ, അപ്പോൾ ഇതിൽ ചുറ്റി നിർത്തരുത്. അപ്പോൾ നമ്മൾ അടി കൊണ്ട് ചുറ്റി നിർത്തണം. പടി കൊണ്ട് ചുറ്റി നിർത്തണ എന്ന് മനസ്സിലോർക്കുക. ഇപ്പം അടി ചുറ്റി കൊണ്ട് കാണത്തില്ലല്ലോ. അപ്പം ഇതിൽ കയറി നിൽക്കണമെങ്കിൽ ഇതിൽ ചുറ്റി വെക്കല്ലേ. ഇതിൽ ചുറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറി ചവിട്ടി വെക്കുമ്പോൾ തന്നെ അഴഞ്ഞു പോയി. അപ്പോൾ ഇത് അടി കൊണ്ട് ചുറ്റി വെക്കുക. അപ്പോൾ അങ്ങനെ ആലോചിച്ചോളൂ. അപ്പോൾ എങ്ങനെ നിർത്തണേന്ന് പറഞ്ഞുതരാം. ഇതാണ് ഈ കെട്ടിൻ്റെ ലാസ്റ്റ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ എടുത്തേച്ചാൽ മതി. ഇത് താഴോട്ട് പോകുന്നതിൽ കെട്ടിക്കഴിഞ്ഞാൽ ആരും തൊടുന്നില്ല. ഇത് അനങ്ങുന്നില്ല. ഇത് അഴിക്കണ എങ്ങനെയാണെന്നറിയോ? ചുമ്മാ കൈക്ക് ഇങ്ങനെ അഴിച്ചാൽ. ഇത് വലിയ ഊഞ്ഞാലില്ലേ, വലിയ സർക്കസുകാരുടെ ആ മെയിൻ കെട്ടിന്റെ ഇതാ. ഇത്രയേ ഉള്ളു കെട്ട്. ഇത് പഠിച്ചില്ലേ? ഇല്ല, അത് അടി. അപ്പൊ നമ്മളിവിടെ ചവിട്ടണടുത്തൊന്നും വെക്കല്ലേ. നമ്മൾ ചവിട്ടണടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാണ്ട് ചവിട്ടുമ്പോൾ ഇങ്ങനെ അഴഞ്ഞഴിഞ്ഞു പോകും. അപ്പോൾ ചവിട്ട് കൊള്ളാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി സ്റ്റോപ്പ് ചെയ്തേക്കാം. അതങ്ങ് കഴിച്ച്. ഇപ്പോൾ ഈ സ്ക്വയർ ലാഷ് നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ എന്നാ സ്ഥലത്തടാ.